ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എക്സാം എഴുതുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഷോർട്ട് ആൻസർ 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, എക്സ്പാൻഡ് ക്രിസിൽ. ക്രിസിൽ എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ആൻസർ ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആവശ്യമുള്ളവർക്ക് ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ PDF കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇ ഗവേണൻസ്? എന്താണ് ഇ ഗവേണൻസ്? ദെൻ വാട്ട് ഈസ് വിസിൽ ബ്ലോയിങ്? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വിസിൽ ബ്ലോയിങ്. ഈ ഓഡിറ്റിങ്ങിലൊക്കെ കുറച്ച് ടേംസ് ഉണ്ടാവും. ഇങ്ങനത്തെ ടേംസ് എക്സാമിന് ചോദിക്കും. കാരണം ഇങ്ങനെ ഈ വിസിൽ ബ്ലോയിങ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, സ്റ്റിവാർഡ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലാണ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വേർഡ് മീനിങ്ങിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ്? പിന്നെ സ്റ്റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ ഈസ് സ്റ്റിവാർഡ്? ആരാണ് സ്റ്റിവാർഡ്? പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് പഠിച്ചിട്ടുണ്ടാവും. ഒരു ഓഡിറ്റിങ്ങിൽ ഒരു ടോപ്പിക് തന്നെയാണ്, ഒരു ഏരിയ എന്നുള്ളത് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, കോർപ്പറേറ്റ് ഗവേണൻസ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ എന്തായാലും കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് എഴുതി തുടങ്ങാം. ഓക്കെ, ഇനി ദെൻ വാട്ട് ഈസ് സബ് പ്രൈം ക്രൈസിസ് ഇൻ US? എന്താണ് US ഉണ്ടായിരുന്ന ആ സബ് പ്രൈം ക്രൈസിസ്, അതിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സോഷ്യൽ ഓഡിറ്റ്? എന്താണ് സോഷ്യൽ ഓഡിറ്റ്? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും. വാട്ട് ഈസ് സോഷ്യൽ ഓഡിറ്റ്? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ടാക്സ് ഓഡിറ്റ്? ദെൻ വാട്ട് ഈസ് ഇൻഫ്ലേഷൻ ഓഡിറ്റ്? ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ടില്ല, ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഷോർട്ട് ആൻസറിൽ ഇട്ടിട്ടുള്ളത്. നോക്കാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത്? എന്താണ് ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത്? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഫ്ലോ ചാർട്ട്? ഓക്കെ, ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ ചെക്ക് എന്താണ്? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് വൗച്ചിങ്? വൗച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും വൗച്ചിങ്ങിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും അത് എന്താ പറയുക, ഷോർട്ട് എസ്സേലോ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യനിലോ ചോദിക്കാം. പിന്നെ വരുന്നത്, വാട്ട് ഈസ് വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ? വെരിഫിക്കേഷനും വാല്യുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. എന്താണ് വെരിഫിക്കേഷൻ, എന്താണ് വാല്യുവേഷന്? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ജേണൽ പ്രോപ്പർ? പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റുട്ടീൻ ചെക്കിങ്? ദെൻ വാട്ട് ഈസ് ടെസ്റ്റ് ചെക്കിങ്? ആൻഡ് വാട്ട് ആർ ദ ഓഡിറ്റ് ഫയൽസ്? നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെമ്മോറാണ്ടം? ഓക്കെ, അപ്പോൾ ഇത് 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ അതിൻ്റെ PDF ഫയലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് യൂട്യൂബിൽ PDF ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടുന്ന് നിങ്ങൾക്ക് ഈ ഷോർട്ട് ആൻസറിൻ്റെ PDF ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ഷോർട്ട് എസ്സേ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് പ്രോപ്പ് ട്രേഡിംഗ്? എക്സ്പ്ലെയിൻ പ്രോപ്പ് ട്രേഡിംഗ് അല്ലേ, പ്രോപ്പ് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് മണി ലോണ്ടറിങ്? എന്താണ് മണി ലോണ്ടറിങ്? പിന്നെ വാട്ട് ഈസ് ഓഡിറ്റ് കമ്മിറ്റി? ഓഡിറ്റ് കമ്മിറ്റി എന്താണ്? ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ബെനിഫിറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഞാൻ പറഞ്ഞു, കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടുണ്ടാകും. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് എന്തായാലും നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ബെനിഫിറ്റ്, ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, അഡ്വാൻറ്റേജ് ഒക്കെ. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്? എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്? ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ എന്താണ് ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്? ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം?
ഓക്കെ. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്പെഷ്യൽ ഏരിയാസ് ഓഫ് ഓഡിറ്റ്? ഏതൊക്കെയാണ് എന്താ പറയുക ഓഡിറ്റിൻ്റെ സ്പെഷ്യൽ ഏരിയാസ്? പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇന്റേണൽ ചെക്ക് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ചെക്കും ഇന്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഈ ഡിഫറൻസുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനും ഡിഫറൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ. ഇപ്പോൾ വെരിഫിക്കേഷന്, വൗച്ചിങ്, ഇന്റേണൽ ചെക്ക് അല്ല ഇന്റേണൽ ഓഡിറ്റ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിക്കും. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വാലിഡ് വൗച്ചർ? ഇപ്പോൾ വൗച്ചിങ് എന്നുള്ള ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ. പിന്നെ വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട് ബുക്ക്? ലിസ്റ്റ് ഇറ്റ്സ് കണ്ടന്റ്. എന്താണ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിലുള്ള കണ്ടന്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റിംഗ്? ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലേ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ? എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിൻ്റെ ക്വാളിറ്റീസ്? ഓക്കെ. ദെൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് ഓഡിറ്റ് ആൻഡ് ഫൈനൽ ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റും അതേപോലെ കണ്ടിന്യൂസ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഡിഫറൻസ് തന്നെയാണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും പ്രൈവറ്റ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ ഇതൊരു 6 മാർക്കിൻ്റെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഏരിയ അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. ഇല്ലെങ്കിൽ ഈ ടോപ്പിക്ക് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ദെൻ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡിഫൈൻ ഓഡിറ്റിങ് അല്ലേ. അപ്പോൾ ഈ ഓഡിറ്റിംഗ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് എന്തായാലും പഠിക്കണം. എന്താണ് ഓഡിറ്റിംഗ് എന്നുള്ളത് ഉറപ്പായിട്ടും ചോദിക്കും. അത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും അല്ലേ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്? അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഡിസഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാം. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. എന്തൊക്കെയാണ് ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷന്? ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ പ്രിലിമിനറി സ്റ്റെപ്സ് ടേക്കൺ ബൈ ദി ഓഡിറ്റർ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ഓഡിറ്റ്. ഒരു ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഓഡിറ്റർ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം? ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഇൻറ്റേർണൽ കൺട്രോൾ? ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ നോക്കുക. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ റോൾ ഓഫ് ഓഡിറ്റർ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് വിത്ത് റിഗാർഡ് ടു ടാക്സ് ഓഡിറ്റ്. ടാക്സ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഒരു ഓഡിറ്ററിൻ്റെ റോൾ എന്താണ്? ഓക്കെ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് അല്ലേ. ഡിഫറെൻറ്റ് കൺട്രീസിൽ എന്തൊക്കെയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മോഡൽസ്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മോഡൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ. ഒരുപാട് കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഏതൊക്കെയാണെന്ന് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ എഴുതാം. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ റൈറ്റ്, ഡ്യൂട്ടീസ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ റൈറ്റ് എന്താണ്, ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ്, അതേപോലെ ക്വാളിറ്റീസ്, ലാബിലിറ്റീസ്, റൈറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ പഠിക്കുക. എക്സ്പ്ലെയിൻ ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ റിഗാർഡിംഗ് വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് എൻ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. അസറ്റും ലാബിലിറ്റീസും ഒക്കെ വാല്യൂ ചെയ്യുന്നതിലും അതേപോലെ വെരിഫിക്കേഷൻ നടത്തുന്നതിലൊക്കെ ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കോഡ്, സ്റ്റാൻഡേർഡ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എസ് എ ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ ഈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം, എന്നാലും ഒന്ന് ചെക്ക് ചെയ്താൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടുള്ളത്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, എന്തായാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്തായാലും നാളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.